സത്യമായിട്ട് ഞാൻ ഈ വണ്ടി വെറുത്തു പോയെന്ന് വേണേൽ പറയാൻ. RC 125, RC 200, RC 390 ഈ മൂന്നിനും ഒരേപോലെ ബാധകമാണ്. വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നൊരു റിവ്യൂ വീഡിയോ അല്ല, ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇതെൻ്റെ ബൈക്കാണ്, RC 200 2019 മോഡലാണ്, ഫസ്റ്റ് വൺ വിത്ത് ABS. ഞാൻ ഈ വണ്ടി എടുക്കാനുള്ളൊരു മേജർ റീസൺ ഈ വണ്ടിയുടെ ലുക്സ് തന്നെയാണ്. ഞാൻ പെർഫോമൻസ് നോക്കുന്നുണ്ടായിരുന്നു, ലുക്സ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്നേരം മാർക്കറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബൈക്ക് ഇതായിരുന്നു. അങ്ങനെ ഞാൻ ഷോറൂമിൽ ചെന്നു, ഈ വണ്ടിയെ പറ്റി ഡീറ്റെയിൽസ് തിരക്കി, വണ്ടി ബുക്ക് ചെയ്തു. പക്ഷേ ഞാൻ അന്നേരം ഒരു ഏറ്റവും വലിയൊരു മണ്ടത്തരം കാണിച്ചു. ഞാൻ ഈ വണ്ടി ഒരിക്കൽ പോലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല. ജസ്റ്റ് വണ്ടിയുടെ മണ്ടയ്ക്ക് ഒന്ന് കയറിയിരുന്നു, അതിൻ്റെ ഒരു സീറ്റിംഗ് പോസ്റ്റർ ഒന്ന് ഫീൽ ചെയ്തു, എന്നിട്ട് ഞാൻ തിരിച്ചു പോയിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വണ്ടി ഡെലിവറി ചെയ്തു. ആദ്യമായിട്ട് ഡെലിവറി ചെയ്യുമ്പോഴാണ് ഈ വണ്ടി ഫസ്റ്റ് ടൈം ഓടിക്കുന്നത്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഈ വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു 650 അല്ല 1000cc ബൈക്കിലൊക്കെ കാണുന്ന ഒരു പക്ക സൂപ്പർ സ്പോർട്സ് സീറ്റിംഗ് പോസ്റ്റർ ഈ ബൈക്കിന് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു നെഗറ്റീവ് വശം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വണ്ടി ഡെലിവറി ചെയ്ത് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഓരോ സൈഡ് എഫക്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റിസ്റ്റിൽ പെയിൻ, എൽബോ പെയിൻ, ഷോൾഡർ പെയിൻ, അത് പയ്യെ ബാക്ക് പെയിൻ, അങ്ങനെ എനിക്ക് കിട്ടി തുടങ്ങി. ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനോട് ഒരു റൈഡ് പ്ലാൻ ചെയ്തു. ഒരു വൺ സൈഡ് 200 കിലോമീറ്ററോളം ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു. അന്ന് ആ റൈഡ് പോയപ്പോഴാണ് ഈ വണ്ടി എന്തിനുള്ളതാണ്, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ക്യാരക്ടർ എനിക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചത്. ഒരു നല്ല ട്വിസ്റ്റി ആയിട്ടുള്ള, നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോൾ എനിക്ക് വണ്ടി ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റി. ബട്ട് സ്റ്റിൽ എനിക്ക് ആ കയ്യിൽ വേദന ഉണ്ടായിരുന്നു. അതേസമയം ഒരു കുറച്ച് ബമ്പിയായിട്ടുള്ള റോഡൊക്കെ കയറിയപ്പോഴത്തേക്ക് സത്യമായിട്ട് ഞാൻ ഈ വണ്ടി വെറുത്തു പോയെന്ന് വേണേൽ പറയാമെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ എനിക്ക് കൈക്ക് വേദന, വളരെ എക്സോസ്റ്റഡായി ഞാൻ. എൻ്റെ കൂട്ടുകാരൻ താണ്ട് ക്ലാസിക് 350 അവനൊരു കുഴപ്പമില്ല, അവൻ ഫുള്ളി ഫ്രഷ് ആയിട്ട് തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഞാനങ്ങ് വല്ലാണ്ടായി. പിന്നെ ഒരു വിധത്തിൽ റൈഡ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തിരുന്നൊരു റൈഡിങ് പോസ്റ്റർ തെറ്റായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ റിസർച്ച് ചെയ്തു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഫുൾ ബോഡി വെയിറ്റ് എൻ്റെ കയ്യിലെത്തുന്ന രീതിയിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. നിങ്ങളിപ്പോൾ ഈ RC ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ സൂപ്പർ സ്പോർട്സ് ബൈക്ക് ഓൺ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഈ കൈ ഇങ്ങനെ സ്റ്റിഫായിട്ട് വെച്ചൊന്ന് ഓടിക്കരുത്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പോസ്റ്റർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് ടാങ്കിനെ ലോക്ക് ചെയ്യുക. അത് ഒത്തിരി ബലം കൊടുത്ത് ഞെക്കിപ്പൊട്ടിക്കണമെന്നൊന്നുമല്ല. എന്നിട്ട് അത് ലീൻ ചെയ്തിരിക്കുക. പിന്നെ ഒട്ടുമിക്കവരിൽ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇങ്ങനെ കമ്പ് പോലെ കൈ വെച്ച് ഓടിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ ബാക്കിലോട്ട് ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹാൻഡിലൊന്ന് ഫീൽ ചെയ്യുക. എന്നിട്ട് കൈ എപ്പോഴും നേരെ അല്ലാതെ ഒരു ഷേപ്പിലായിരിക്കണം. എൽബോയിലേക്ക് വെയിറ്റ് വരുന്ന രീതിയിൽ ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം ഇതിപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നതിന് ഒരു ലിമിറ്റേഷനുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏത് രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കാം. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പോസ്റ്റർ. ഇതുപോലെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി കണ്ടുപിടിക്കുക. ഞാൻ അങ്ങനെ ഒരു സീറ്റിംഗ് പോസ്റ്റർ ഫോളോ ചെയ്തെങ്കിൽ എനിക്ക് അത്യാവശ്യം ഗ്രിപ്പ് കിട്ടുന്നില്ലായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ ഒന്നുമില്ല, ഇതൊരു പ്ലാസ്റ്റിക് ടാങ്കാണ്. അപ്പം ഇതിൽ നമ്മൾ എത്രത്തോളം ഗ്രിപ്പ് ചെയ്താലും ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ആമസോണിൽ ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്, ഈ ട്രാക്ഷൻ പാഡിനെ പറ്റി. പിന്നെ ഏകദേശം 1500 രൂപ എനിക്ക് വണ്ടിമേലെ നല്ല രീതിയിൽ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. ഒരു കോർണർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു ഹാർഡ് ബ്രേക്കിംഗ് പോലും ഞാൻ ഒരു സ്ഥലത്ത് ഗ്രിപ്പ് ചെയ്ത് ലോക്ക് ചെയ്താൽ ഞാൻ അവിടെ നനങ്ങുന്നില്ല. ഈ സാധനം നല്ല യൂസ്ഫുള്ളാണ്. നിങ്ങളിപ്പോൾ ഒരു RC ഓൺ ചെയ്യുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ ഏകദേശം എൻ്റെ കയ്യിലെയും ഷോൾഡറിലെയും ഒക്കെ വേദന എനിക്ക് പോകാനായിട്ടൊരു മാർഗ്ഗം കിട്ടി. പക്ഷേ സ്റ്റിൽ എനിക്ക് ഇപ്പോഴും വേദന ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റ് കാരണം എൻ്റെ ബട്ടക്സിനാണ് നല്ല രീതിയിൽ പെയിനുണ്ട്. അതും ഒരു ലോങ് റൈഡൊക്കെ പോകുമ്പോഴേ ഉള്ളൂ. അതിനിപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജെൽ സീറ്റൊക്കെ യൂസ് ചെയ്താൽ മാറുമായിരിക്കും. പക്ഷേ ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇപ്പം നിങ്ങൾ ആരൊക്കെയല്ലേ അങ്ങനെ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഡൗൺ ബിലോ. ഈ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയ സപ്പോർട്ടൊന്നും കിട്ടത്തില്ല. ഹാർഡല്ല എന്നാൽ സോഫ്റ്റ് അല്ല, അങ്ങനത്തെ ഒരു സീറ്റാണ്. പിന്നെ നിങ്ങൾക്കറിയില്ല, ഇതൊരു ട്രാക്ക് സ്പെക് ബൈക്ക്. അപ്പം ഇതിൽ കംഫർട്ട് എന്ന് പറഞ്ഞൊരു സാധനം പ്രതീക്ഷിക്കേണ്ട. ഇതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഒരു പക്ക ട്രാക്ക് സ്പെക് മെഷീൻ ഉള്ളതാണ്. ഒട്ടുമിക്കരും പറയുന്ന ഈ വണ്ടിക്ക് പറയുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ ക്യാരക്ടറാണ്. അത് ഒരിക്കലും നെഗറ്റീവായിട്ട് ഞാൻ കരുതത്തില്ല. പിന്നെ ഇത് ഇത്ര ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഏത് വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും നിങ്ങൾ ആ വണ്ടി മേടിക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അത് ഏറ്റവും നല്ലതായിരിക്കും. അല്ലാതെ ഇപ്പം നിങ്ങൾ പോയി വണ്ടിയുടെ ലുക്ക് മാത്രം പോയി വണ്ടി വാങ്ങിച്ചു, നിങ്ങൾ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ വണ്ടി കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇതിൻ്റെ റിയർ സീറ്റിലേക്ക് വരുവാണെങ്കിൽ ഇതിന് റിയർ സീറ്റായിട്ട് ഞാൻ പറയത്തില്ല. വണ്ടിയുടെ ലുക്സിന് ചേരുന്ന രീതിയിലുള്ള ഒരു സീറ്റ് കവർ അത്രേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഈ വണ്ടി കൂടുതൽ സോളോ റൈഡിനെ പ്രിഫർ ചെയ്യത്തുള്ളൂ. കംഫർട്ടും കൂടുതൽ സോളോ റൈഡ് തന്നെ ആയിരിക്കും. ഈ വണ്ടി നിങ്ങൾ ഏതെങ്കിലും പാർക്കിംഗ് ലോട്ടിലൊക്കെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഒന്ന് വണ്ടിയിൽ എപ്പോഴും ശ്രദ്ധ വെച്ചേക്കുക. കാരണം ഇൻ കേസ് ആരെങ്കിലും വന്ന് കീറുകയോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടൊന്ന് വരഞ്ഞിട്ട് വേണം അതിനിപ്പോൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ 9000 rupees കോസ്റ്റ് ഉണ്ട് ഈ സീറ്റിന്. അപ്പോൾ ആ കാര്യം ഒന്ന് സൂക്ഷിക്കുക.
ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 830 സീറ്റ് ഹൈറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അത്ര ഹൈറ്റുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിലൊക്കെ വണ്ടി ഇങ്ങനെ കാലുകൊണ്ട് ഒന്തിത്തിരിക്കാനൊക്കെ ഉള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വണ്ടിയുടെ കുഴപ്പമില്ല, എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ ടാങ്കിലേക്ക് വരുവാണെങ്കിൽ ഒരു 9.5 ലിറ്റർ ഫുൾ ടാങ്ക് കപ്പാസിറ്റി ഉള്ളൂ ഇതിന്. ഇത് കുറവാണെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഇതൊരു ട്രാക്ക് സ്പെക് ബൈക്ക്. അപ്പം അവിടെ വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കപ്പാസിറ്റിയുടെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ എഞ്ചിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 199.5 cc എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 10,000 RPM 25 PS പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 8000 RPM 19.3 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പവർഫുൾ ആണെന്ന് വെച്ചാൽ പവർഫുള്ളൊക്കെ തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. തുടക്കക്കാരന് പറ്റിയ വണ്ടിയാണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ അത്യാവശ്യം ഒരു ബൈക്കൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ടു ആവാവുന്നേ ഉള്ളൂ പയ്യെ. അല്ലാതെ ഇതിൻ്റെ ആക്സിലറേഷനോ അല്ല ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ പക്കാ ഷാർപ്പാണ്. ഇപ്പം ഈ വണ്ടി ഒരു ടോപ്പ് എൻഡുള്ള വണ്ടിയല്ല, ക്വിക്കറായിട്ടുള്ളൊരു ആക്സിലറേഷൻ ഈ ബൈക്കിനുള്ളത്. ഇപ്പോൾ ഞാനൊരു ഏറ്റവും ടോപ്പ് ക്ലോക്ക് ചെയ്തിട്ട് 137 വരെ ക്ലോക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി. പക്ഷേ ആ ഒരു സ്പീഡ് അച്ചീവ് ചെയ്യാൻ ഈ വണ്ടിക്ക് നിസ്സാര സമയം മതി. എന്നെക്കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ, അത് ചെയ്യാൻ എനിക്കൊരു മടിയില്ല. ആ ഒരു സ്വഭാവം വണ്ടിക്ക്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇതിന് സിംഗിൾ ചാനൽ ABS ആണ്. ഞാൻ നല്ല രീതിയിൽ സ്പീഡ് ചെയ്തപ്പോൾ തന്നെ ഒരു പാനിക് സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്തപ്പം ഈ വണ്ടിയുടെ ABS ഉണ്ടായിട്ട് തന്നെ ഈ വണ്ടിയുടെ ബാക്കിലത്തെ വീല് പോപ്പായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കും, ഇപ്പോൾ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് പെട്ടെന്ന് എടിപിടിന്നൊക്കെ കയറി ബ്രേക്ക് പിടിച്ചാൽ ചിലപ്പം പിന്നെ നടക്കുന്നത് എന്തായിരിക്കും നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാം. അടുത്തത് തന്നെ ഈ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടിപ്പിക്കൽ KTMൻ്റെ എല്ലാ ബൈക്സിനും വരുന്ന പോലെ 43 mm USD ഫോക്സാണ് വരുന്നത്. പക്ഷേ ഡ്യൂക്കിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ സസ്പെൻഷൻ കുറച്ചുകൂടെ ഹാർഡറാണ്. മുമ്പ് ഞാൻ ബ്രേക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഫ്രണ്ടിൽ ഒരു 300 mm ഡിസ്കും ബാക്കിലൊരു 230 mm ആണ് വരുന്നത്. അടുത്തത് തന്നെ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ MRFൻ്റെ ടയർ സ്റ്റോക്ക് വരുന്നത്. ഫ്രണ്ടിലൊരു 110 സെക്ഷനും ബാക്കിലൊരു 150 സെക്ഷനും. ഈ ടയറിനെ പറ്റി എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയത്തുള്ളൂ. ഒരു ഡ്രൈ കണ്ടീഷനിൽ അത്യാവശ്യം ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അത്യാവശ്യം ലൈഫും ഉണ്ട്. അടുത്ത ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിൻ പ്രൊജക്ട് ഹെഡ് ലാംപ്സാണ് വരുന്നത്. വിസിബിലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വിസിബിലിറ്റി. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇതിനകത്ത് ഹാലജനാണ് വരുന്നത്. അപ്പം നല്ല രീതിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ DRൽ ചെറിയ ക്രാക്ക് വീഴുന്നുണ്ടായിരുന്നു. അതിലൊരു ചെറിയ സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഞാനിവിടെ ഒരു റെഡ് ഫിലിം ഒട്ടിച്ചിരിക്കുന്നത്. അത്യാവശ്യം ലുക്കുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ടെസ്റ്റ് ചെയ്താണിത്. പിന്നെ വൈസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റാപ്പ് ഒട്ടിച്ചതിന് ഒരു കാരണമുണ്ട്. കാരണം നിങ്ങൾക്കറിയില്ല, ഇപ്പം ഈ വണ്ടി കഴുകി സൂക്ഷിക്കാൻ കുറച്ച് പാടുള്ള കാര്യമാണ്. മീൻസ് കഴുകാൻ നിങ്ങൾക്ക് വളരെ എളുപ്പം, പക്ഷേ കൈയെത്താത്ത പല ഭാഗങ്ങളും ഉണ്ട്. അതിലൊന്നാണ് ഈ ഒരു വൈസർ എന്ന് പറഞ്ഞാൽ. സ്റ്റോക്ക് വരുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അപ്പോൾ കഴുകുമ്പോഴത്തേക്ക് ആ വെള്ളവും പൊടിയോടൊക്കെ മിക്സ് ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ വണ്ടിയുടെ ബോഡി ഫുള്ള് വൃത്തിയായിട്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലേക്ക് ചെളി ഇരിക്കുന്നതും ഭയങ്കര വൃത്തിയോടായിരുന്നു. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഫുള്ള് റാപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ മീറ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഒരു സ്ക്രീൻ ഗാർഡ് ലിറ്റർ കൺസോളിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ടാങ്കിൻ്റെ കാര്യം പറഞ്ഞാൽ ടാങ്ക് ആപ്പിൻ്റെ മണ്ടയ്ക്ക് നിങ്ങൾക്കറിയില്ലേ, പെട്രോൾ പമ്പിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ചേട്ടന്മാർ വന്നിട്ട് ആ ഗണ്ണ് എടുക്കുക, ഡയറക്റ്റ് ഒറ്റ കുത്തുക. അപ്പോൾ അതാണ് ഇവിടെയൊക്കെ സ്ക്രാച്ച് വീണാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാനാണ് ഈ ഒരു ടാങ്ക് പാഡ് ഒട്ടിച്ചത്, വണ്ടിയുടെ ലുക്സിനെ വലിയ രീതി അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. പിന്നെ എൻ്റെ ടേസ്റ്റിന് ഞാൻ കുറച്ച് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാൻസ്ഫോമേഴ്സിൻ്റെയും പിന്നെ ബാക്ക് റിമ് നോക്കുവാണെങ്കിൽ അവിടെ ഒരു KTM റേസിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ചെയ്തേക്കുന്നതാണ് ഈ ഒരു ടെയിൽ ടേഡി. ഇതും ഒട്ടും ഇല്ലീഗൽ അല്ലാത്ത ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പം കുറച്ച് ദൂരെ നോക്കിയാൽ എൻ്റെ നമ്പർ പ്ലേറ്റ് നല്ല രീതിയിൽ വിസിബിൾ ആയിരിക്കും. പിന്നെ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നമ്പർ പ്ലേറ്റ് ഉണ്ട് ഏറ്റവും അകത്ത് 2 ക്ലാമ്പുകളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളിപ്പോൾ വണ്ടിയിൽ ചെറിയ മോഡ്സ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ ഒട്ടും ഇല്ലീഗൽ അല്ലാത്ത രീതിയിൽ തന്നെ ചെയ്യുക. വെറുതെ തന്നെ പോലീസുകാർക്ക് വല്ല MVDക്ക് കൊണ്ട് ഫൈൻ കൊടുക്കുന്നത്. ചെയിനിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ഈ വണ്ടി ഒരു 4900 കിലോമീറ്ററോളം ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു 2000 കിലോമീറ്ററിലാണ് എൻ്റെ ചെയിൻ ലാസ്റ്റ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൈറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ചെയിൻ നോർമലി ലൂബ് ചെയ്യാറില്ല. ആകെ വണ്ടി വാങ്ങിച്ചൊരു ഫസ്റ്റ് സർവീസിനെ കണ്ട് ഷോറൂമിൽ നിന്ന് ലൂബ് ചെയ്തു. പിന്നെ ഞാൻ ചെയിൻ ലൂബ് ചെയ്തിട്ടില്ല. ഞാൻ ഫോളോ ചെയ്യുന്ന രീതി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അടുത്തത് ഈ വണ്ടിയുടെ സർവീസ് ആൻഡ് മെയിൻ്റനൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് സർവീസ് ആൻഡ് സെക്കൻഡ് സർവീസ് ഫ്രീ ആയിരുന്നു. ഫ്രീ ആണെന്ന് പറഞ്ഞാലും ഓയിലിൻ്റെ ഫിൽറ്ററിൻ്റെ ഒക്കെ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യും. പിന്നെ തേർഡ് സർവീസ് ഒന്നും എനിക്ക് ഫ്രീ ആയിരുന്നില്ല. കാരണം ഞാൻ ഈ വണ്ടി ഒക്കേഷണലി യൂസ് ചെയ്യാറുള്ളൂ. എൻ്റെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിനൊക്കെ ഞാൻ വേറൊരു വണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു വീക്കെൻഡ് റൈഡ് പോലെ യൂസ് ചെയ്യുന്ന വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയൊരു പണി എന്ന് പറഞ്ഞാൽ വണ്ടി വല്ലപ്പോഴും ഓടുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ റേഡിയേറ്റർ ഫാൻ ബ്ലോക്ക് ആയിപ്പോയി. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റായി. എന്നിട്ട് ഹൈ കൂളിംഗ് ടെമ്പറേച്ചർ എന്നൊക്കെ മീറ്ററിൽ എഴുതി കാണിച്ചു. അപ്പോൾ ഞാൻ ഷോറൂമിൽ വിളിച്ച് വെച്ചു. അവർ ഷോറൂമിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു റേഡിയേറ്റർ ഫാൻ പോയതാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. ബട്ട് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദൂരമുള്ളൊരു ഷോറൂമിൽ വിളിച്ച് വെച്ചപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ട്. എന്നിട്ട് അവിടെ സർവീസിലൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവരെനിക്ക് വാറണ്ടിയിലാണെങ്കിൽ ഫാനൊക്കെ റീപ്ലേസ് ചെയ്ത് തന്നു. ഏകദേശം ഒരു 70 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ആ ഷോറൂം വരെ. ഞാൻ പകുതി എത്തിയപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ച് പറയുന്നത് വണ്ടിയുടെ കൂളൻ്റെ ടോപ്പപ്പ് ചെയ്തിട്ടില്ലെന്ന്. അവരുടെ ഡീലർഷിപ്പിൽ തന്നെയുള്ള വേറൊരു ഷോറൂമിൽ വിളിച്ച് പറഞ്ഞിട്ട് അവരവിടുന്ന് എനിക്ക് ഈ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്ത് തന്നു. അന്നേരം അവരുടെ ആ ഉത്തരവാദിത്വത്തിലൊക്കെ ഞാൻ കുറച്ച് ഇമ്പ്രസ്ഡ് ആയി. നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പക്ഷേ എനിക്ക് അവിടെ കിട്ടിയൊരു പണിയെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം
ഏത് ബൈക്ക് യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും ക്ലച്ചിന് ഈ ഒരു പ്ലേ ഉണ്ടോ നോക്കുക. അന്ന് എനിക്ക് ഈ പ്ലേ ഇല്ലാതെ അവർ തന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ് ഫുള്ളി കരിഞ്ഞു പോയി. ഞാൻ ആ ഫാൻ റീപ്ലേസ് ചെയ്ത് ഏകദേശം 2800 കിലോമീറ്ററിലായിരുന്നു. ഒരു 4000 കിലോമീറ്ററൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് വണ്ടിയുടെ ടോപ്പ് എൻഡ് എടുക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് വണ്ടിയുടെ RPM റേസ് ആവുന്നുണ്ട്, ബട്ട് വണ്ടി അങ്ങോട്ട് സ്പീഡ് കയറുന്നില്ല. അപ്പം ഞാൻ ഷോറൂമിൽ വിളിച്ച് ചോദിച്ചു, അവർ വണ്ടി കൊണ്ടെല്ലാം പറഞ്ഞു. ഞാൻ വണ്ടി കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ക്ലച്ച് പ്ലേറ്റ് കരിഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യത്തിൽ ഷോക്കായി. കാരണം ഓൾറെഡി ഞാൻ 200cc യൂസ് ചെയ്യുന്ന ആളാണ്. അത് 60,000 ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് ഇപ്പോഴും സ്റ്റോക്കാണ്. അപ്പം ഒരു 4000 ഓടി വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ് ഇത്ര പെട്ടെന്ന് കരിഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഷോക്ക്ഡായി. പിന്നെ എനിക്ക് വണ്ടി നീറ്റായിട്ട് കിട്ടണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്തോളാം ഞാൻ പറഞ്ഞു. അവരങ്ങനെ റീപ്ലേസ് ഒക്കെ ചെയ്ത് വന്നു. കൂട്ടത്തിൽ ഞാനൊരു തേർഡ് സർവീസ് പെയ്ഡായിട്ടും ചെയ്തു. അപ്പം ക്ലച്ച് പ്ലേറ്റ് മാറിയതിന് ഫ്രിക്ഷൻ പ്ലേറ്റിന് ഏകദേശം 1200 രൂപയോളം ഉള്ളായിരുന്നു. പക്ഷേ ഇൻക്ലൂഡിങ് ലേബർ ചാർജ് ആയപ്പോൾ അത് 3500 രൂപയായി. നോർമൽ സർവീസ് ആയപ്പോഴത്തേക്ക് 3500 7,000 രൂപയോളം എൻ്റെ നിന്ന് പോയി. പിന്നെ ഞാൻ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ വണ്ടി വാഷ് ചെയ്യാൻ കയറ്റിയപ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ നോക്കിയറിയാം, ഇവിടെയാണ് ഈ വണ്ടിയുടെ ECU വരുന്നത്, ഈ ടാങ്കിൻ്റെ ഈ അകത്തുള്ള ഭാഗത്ത്. നേരം നിങ്ങളിപ്പോൾ നോക്കിയാണ് ഇവിടെ വയറിംഗ് ഒന്നുമില്ല. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ആ ECU എന്നുള്ള മെയിൻ വയറിംഗ് ഒക്കെ ഇതുവഴി വെറുതെ തൂങ്ങിക്കിടക്കുമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തില്ല, ഇവിടെ ഈ കാണുന്ന ഒരു ഇതിൻ്റെ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇതിലൊരു ഹോസ് കണക്റ്റഡ് ആണ്, അതെല്ലാം ഊരി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഷോറൂമിൽ ഇതുപോലെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇതുപോലെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പം അവരെടുത്തായി പറഞ്ഞത് അപ്പുറത്തെ ഷോറൂമിൽ കൊണ്ടുപോയി അത് ഫെയറിംഗ് എന്ന് അഴിച്ചാൽ വെക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് അവരുടെ സംസാരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ വൃത്തിക്ക് വെക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണല്ലോ, അല്ലാതെ പിന്നെ എനിക്കിതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. അപ്പം അതോടെ ഞാൻ ഷോറൂം പോക്ക് ഞാൻ നിർത്തി. നിങ്ങളിപ്പം നിങ്ങളുടെ വണ്ടി ഏതെങ്കിലും സർവീസിനോ അല്ലെങ്കിൽ എന്ത് ലാസിന് ഷോറൂമിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി സർവീസ് കഴിഞ്ഞ് തിരിഞ്ഞ് കിട്ടുമ്പോൾ അത് നിങ്ങൾ കൊടുത്ത രീതിക്ക് തന്നെയാണോ വണ്ടി ഉള്ളത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരിക. അല്ലാതെ ഇപ്പം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് നിങ്ങൾ അപ്പോഴാണ് കാണുന്നതെങ്കിൽ പിന്നെ ഷോറൂംകാരെ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സമ്മതിക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കേരളമാണ്, പെട്രോളിനൊക്കെ വില കൂടിയവരാണ്. ഇതിന് എനിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരു 35+ കിട്ടുന്നുണ്ട്. അതിൽ കുറവ് കിട്ടുന്നവരുണ്ട്, കൂടുതൽ കിട്ടുന്നവരുണ്ട്. മൈലേജൊക്കെ കിട്ടുന്നത് റൈഡറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിത് യൂസ് ചെയ്യുന്ന ഒരു രീതി ഒരു 70 to 80 ഞാൻ നോർമൽ ക്രൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റോഡ് കിട്ടുക, സേഫ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് മാത്രമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ടോപ്പ് എൻഡ് അടിക്കും. ഇപ്പോൾ ഞാൻ ഈ വണ്ടി ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഇത് ഞാൻ ഓടിക്കുന്ന ഓരോ കിലോമീറ്റർ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയിലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഞാൻ കാണിച്ച മണ്ടത്തിൽ നിങ്ങൾ കാണിക്കരുത്. പിന്നെ എനിക്ക് വണ്ടി പേഴ്സണലി കുറച്ച് അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതിന് എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് മോഡ്സ് ഒക്കെ ചെയ്ത് ഇപ്പോൾ ഞാൻ ഈ വണ്ടി ടോട്ടലി ഹാപ്പിയാണ്, ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പവർ എന്നൊരു ഫാക്ടർ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ RC125, RC200, RC390 ഈ മൂന്നിനും ഒരേപോലെ ബാധകമാണ്. ഈ വണ്ടി എത്രത്തോളം കേപ്പബിൾ ആണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. RC200 കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം BS3 ഇറങ്ങി, BS4 ഇറങ്ങി, BS6 ഇറങ്ങി. ലുക്സിൻ്റെ കാര്യത്തിൽ വലിയ ചേഞ്ചസ് ഒന്നും ഈ വണ്ടികളിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ആകെ ഉണ്ടായ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ BS3ക്ക് ABS ലായിരുന്നു, BS4 ആയപ്പോൾ അത് സിംഗിൾ ചാനലായി, BS6 ആയപ്പോൾ ഡ്യുവൽ ചാനലായി. ഓരോ മോഡൽ ഇറങ്ങിയപ്പോൾ എക്സോസ്റ്റ് നോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ആകെയുള്ളത് ആ പെയിൻറ്റ് സ്കീമിലേ ഉള്ളൂ. പിന്നെ പവർ ഡെലിവറിയും കുറച്ച് ലീനിയർ ആയിട്ടുണ്ട്. ലീനിയർ ആണെന്ന് പറയാനും പറ്റത്തില്ല, ആ പൊട്ടൻഷ്യൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ബൈക്കുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് റൈഡ് സേഫ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ വണ്ടിക്ക് ഒരു ഹിഡൻ ഫീച്ചർ ഉണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. എന്നുവെച്ചാൽ ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ചില സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം വണ്ടിയുടെ ഇഗ്നീഷൻ ഓണാണ്, വണ്ടി സ്റ്റാർട്ട് അല്ലെങ്കിലും നിങ്ങളിപ്പോൾ വണ്ടി ഒന്തിയും എല്ലാം നീക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ കണ്ടതാണ്. BS4 വന്നപ്പോൾ തൊട്ട് ഈ വണ്ടിയുടെ മിററിൻ്റെ ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. ഒട്ടുമിക്കരും പറയുന്നത് പഴയൊരു ഡിസൈൻ തന്നെയായിരുന്നു നല്ലതെന്നാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കുന്നത് ഈ ഒരു മിററിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഞാൻ അത്ര ബ്രോഡായിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ വിസിബിലിറ്റി ഉണ്ട്. പിന്നെ മിററിൻ്റെ ഒക്കെ ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ ലുക്സ് മാത്രം നോക്കരുത്, അതുകൊണ്ട് എത്രത്തോളം യൂസിബിലിറ്റി ഉണ്ടെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. Yeah, my life is lovely now, I'm focused on me. You said you were about to die, I guess the car is on E. But see, I ain't even tripping, cause I just chose to believe that somebody gon' come around and give me just what